എല്ലാവരെയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്റിംഗ് ലിവറേജിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് നമ്മൾ പഠിച്ചെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണ് എന്ന രീതിയിലേക്ക് ചോദ്യം വരാം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്താണെന്ന് അതിൻ്റെ തിയറി മനസ്സിലാക്കിയിരിക്കണം. അപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്കും, കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG യൂണിവേഴ്സിറ്റി എല്ലാവർക്കും പഠിക്കാവുന്നതാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാവുന്നതാണ്. യൂസ് ഓഫ് ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ട് എലോങ് വിത്ത് ദി ഇക്വിറ്റി ക്യാപിറ്റൽ to magnify the return of equity shareholders is called financial leverage or trading on equity. അപ്പം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ട് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഒപ്പം ഉപയോഗിക്കുമ്പോൾ അതുവഴി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇതുപോലെ ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഈ ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഒരു ഫിക്സഡ് ആയിട്ട് നമുക്ക് ഒരു ഇൻകം കൊടുക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ള ഫണ്ടുകളെയാണ് നമ്മൾ ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സ് മേലെ കമ്പനിക്ക് ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ് അല്ലേ. അതിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. 10% അല്ലെങ്കിൽ 12% എന്ന് പറഞ്ഞ് അതിനൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ നമുക്ക് പ്രിഫറൻസ് ഷെയർസ്, അവർക്കും ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും അല്ലേ, പ്രിഫറൻസ് ഷെയറുകൾ. അതുകൂടാതെ ലോങ് ടൈം ലോണുകൾ. അപ്പോൾ അതൊക്കെയാണ് ഈ ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുക. ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ടാവും, ഒപ്പം തന്നെ ഇതുപോലുള്ള ഫിക്സഡ് ചാർജ് ഉള്ള ഫോഴ്സ് ഓഫ് ഫണ്ടുകളുണ്ടാവും അല്ലേ. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലിനൊപ്പം ഇതുപോലുള്ള ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ മാഗ്നിഫൈ ചെയ്യുക. റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ ആണ് റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുക, EPS. അപ്പോൾ അങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ EPS മാഗ്നിഫൈ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുന്ന ഉദ്ദേശത്തോടുകൂടി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ട് ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുക. അപ്പോൾ ഡെപ്റ്റ് ക്യാപിറ്റൽ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റലിനൊപ്പം ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ഡെപ്റ്റ് ക്യാപിറ്റലാണ് ഡിബഞ്ചർ, ഒപ്പം തന്നെ ലോങ് ടൈം ലോണുകൾ ഉൾപ്പെടെ പ്രിഫറൻസ് ഷെയർസും നമുക്ക് ഫിക്സഡ് ചാർജ് ഫോഴ്സ് ഓഫ് ഫണ്ടായിട്ട് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അഥവാ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയും. ഇനി ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ക്യാൻ ബി ട്രേഡിംഗ് ഓൺ തിക്ക് ഇക്വിറ്റി ഓർ ട്രേഡിംഗ് ഓൺ തിൻ ഇക്വിറ്റി. തിക്ക് ഇക്വിറ്റി, തിൻ ഇക്വിറ്റി അങ്ങനെ 2 കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ വെൻ ദ ക്യാപിറ്റലൈസേഷൻ ഓഫ് എ കമ്പനി ഈസ് ഡോമിനേറ്റഡ് ബൈ ബോറോഡ് ക്യാപിറ്റൽ, ഒരു കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ആ ഫേമിൻ്റെ ക്യാപിറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസേഷനിൽ കൂടുതലും ബോറോഡ് ക്യാപിറ്റലാണെങ്കിൽ, അതായത് ഡെപ്റ്റ് ക്യാപിറ്റലാണെങ്കിൽ അതിനെ നമ്മൾ ട്രേഡിംഗ് ഓൺ തിൻ ഇക്വിറ്റി എന്നാണ് പറയുക. അത് ഇക്വിറ്റി കുറവായിരിക്കും അല്ലേ, അതുകൊണ്ടാണ് അതിന് തിൻ എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഇക്വിറ്റിയാണ് കൂടുതലെങ്കിലോ, മേജർ പോർഷൻ ഓഫ് ക്യാപിറ്റലിലും എന്താണ് ഇക്വിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എല്ലാവരും ഉൾപ്പെടെയുള്ള ഇക്വിറ്റി ഫണ്ടാണെങ്കിൽ അതിനെ നമ്മൾ ട്രേഡിംഗ് ഓൺ തിക്ക് ഇക്വിറ്റി എന്ന് പറയും. അതായത് ഇക്വിറ്റി കൂടുതലാണ് അല്ലേ. തിക്ക് എന്ന് പറയുമ്പോൾ കനമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്, തിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവുള്ളത്. അപ്പോൾ ഇവിടെ തിൻ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി കുറവും ബോറോഡ് ക്യാപിറ്റൽ കൂടുതലും. തിക്ക് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി കൂടുതലും ബോറോഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് കുറവും അല്ലേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഫൈനാൻഷ്യൽ ലിവറേജ് ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഈസ് ബെനിഫിഷ്യൽ ആസ് ലോങ് ആസ് ബിസിനസ് ഈസ് മേക്കിംഗ് പ്രോഫിറ്റ് എബോവ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റ് ക്യാപിറ്റൽ മേൽ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ ആകുക. നേരെ മറിച്ചാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ റേറ്റ് നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റലിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ ഫൈനാൻഷ്യൽ ലിവറേജ് നമുക്ക് അത് ഫേവറബിൾ അല്ല, അനുകൂലമല്ല, അത് നമുക്ക് കൂടുതൽ നഷ്ടം കൊണ്ടുവരികയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി സംഭവിക്കണമെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റണം അല്ലേ. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ലാഭത്തിൽ നിന്ന് ഡെപ്റ്റ് ക്യാപിറ്റൽ മേലുള്ള ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള ലാഭം നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ ലിവറേജ് എപ്പോഴാണ് ഇത് ഫേവറബിൾ ആകുന്നതെന്നും അൺഫേവറബിൾ ആകുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഈ ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഫൈനാൻഷ്യൽ ലിവറേജ് അഥവാ FL ഈസ് ഈക്വൽ ടു എബിറ്റ ഡിവൈഡഡ് ബൈ എബിറ്റ മൈനസ് ഇൻട്രസ്റ്റ്, ഒരു ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയും പറയാം, എബിറ്റ ഡിവൈഡഡ് ബൈ EBT എന്നും പറയാം. അപ്പോൾ ഇവിടെ I എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റിനെയാണ് അല്ലേ. അപ്പോൾ ഡെബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. നിങ്ങൾക്കത് മിക്കവാറും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും.
കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇത്രയാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ എബിറ്റ് ഇത്രയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എബിറ്റ് എന്നുള്ളത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെന്നുള്ളത് ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് എബിറ്റ ഡിവൈഡ് ബൈ എബിറ്റ മൈനസ് ഇൻട്രസ്റ്റ്. എബിറ്റിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചതിന് ശേഷം, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ഫണ്ടിന്മേൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചർ 10% ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചറിൻ്റെ ആ ഒരു എമൗണ്ടിൻ്റെ 10% ആണ് ഇൻട്രസ്റ്റ് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? EBT ആണല്ലേ, EBT. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കിട്ടും, കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ എബിറ്റ് കിട്ടും അല്ലേ. എബിറ്റ് ഓർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. എബിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒന്നാണ്. നമുക്ക് തന്നിരിക്കുന്ന എബിറ്റ് ആണല്ലേ, ക്വസ്റ്റ്യൻ മിക്കവാറും തരുന്നത് ഈ എബിറ്റാണ്. എബിറ്റിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ, എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് EBT കിട്ടും, അതായത് ഏണിംഗ് ബിഫോർ ടാക്സ്. EBT കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതിൽ നിന്ന് ടാക്സ് കുറയ്ക്കണം അല്ലേ. എബിറ്റ് മൈനസ് ടാക്സോടും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് EAT കിട്ടും, അതായത് ഏണിംഗ് ആഫ്റ്റർ ടാക്സ്. ഈ ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ഒക്കെയാണ് നമ്മൾ EPS കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഏണിംഗ് പെർ ഷെയർ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഏത് സ്കീമാണ് ബെനിഫിഷ്യൽ എന്ന് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ EPS കണ്ടുപിടിക്കാൻ വേണ്ടി EAT ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എബിറ്റ മൈനസ് ഇൻട്രസ്റ്റ് EBT മൈനസ് ടാക്സ് EAT അല്ലേ. ആ ഒരു ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിയേ, എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? EBT അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതല്ലേ. ഇവിടെ നോക്കിയേ, എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് അല്ലേ, അതെന്താവും? ഏണിങ്സ് ബിഫോർ ടാക്സ് ആവും അല്ലേ, അതാണ് EBT. അപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? എബിറ്റും വേണം, ഒപ്പം തന്നെ EBTയും വേണം അല്ലേ. എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ EBT കിട്ടും അല്ലേ. അപ്പോൾ ഈ എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് തന്നെയാണ് EBT. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ, എബിറ്റ് ഡിവൈഡ് ബൈ EBT എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് മനസ്സിലാകും. എങ്ങനെ? എബിറ്റ് ഡിവൈഡ് ബൈ EBT വെച്ച് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് 1നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇപ്പോൾ 1.5 അല്ലെങ്കിൽ 2 അങ്ങനെയൊക്കെ ആണെങ്കിലോ അവിടെ ലിവറേജ് ഉണ്ടെന്ന് പറയാം അല്ലേ, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെന്ന് പറയാം. 1നേക്കാൾ താഴെയാണെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഇല്ല എന്നും പറയാം. അപ്പോൾ നോക്കിയാൽ വെൻ എബിറ്റ് ഡിവൈഡ് ബൈ EBT ഈസ് മോർ ദാൻ 1 ദർ ഈസ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലേ, അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടോ ഇല്ലെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നോക്കുക, ഇവിടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 10,000 ഇക്വിറ്റി ഷെയറുകൾ 100 രൂപ വിലയുള്ളത് അല്ലേ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഇക്വിറ്റി ഷെയറിൻ്റെ എണ്ണമാണോ എമൗണ്ട് ആണോ നോക്കിക്കോണം. ഇവിടെ ഇക്വിറ്റി ഷെയറിൻ്റെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 10,000 ഇക്വിറ്റി ഷെയർ എന്നാണ്, 100 ഈച്ച്. ഒരു ഇക്വിറ്റി ഷെയറിന് 100 രൂപ വെച്ചാണ്. അപ്പോൾ 10,000 × 100 ആണ് മൊത്തം ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. ഇനി അതിൻ്റെ കൂടെ തന്നെ 5,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ കമ്പനി ഇക്വിറ്റി ക്യാപിറ്റലിനൊപ്പം തന്നെ ഡിബഞ്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. 5000 ഡിബഞ്ചറുകളാണ് 100 രൂപ വെച്ചാണ് അല്ലേ. അപ്പോൾ 5000 × 100 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചറുകളുണ്ട്. 9% ആണ് ഡിബഞ്ചർ അല്ലേ. 9% ഡിബഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 9% അല്ലേ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എബിറ്റിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചല്ലേ EBT കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 9% എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ഡ്യൂറിംഗ് ദി ഇയർ ഈസ് 3 lakhs. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3 lakhs ആണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? നമുക്ക് എബിറ്റ് അല്ലേ. അപ്പോൾ എബിറ്റ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് EBT കണ്ടുപിടിക്കണം. എബിറ്റ് ഡിവൈഡ് ബൈ EBT ആണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ പ്രോബ്ലമാണ്. നോക്കുക, ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷനകത്ത് എഴുതി വയ്ക്കുക, എബിറ്റ് ഡിവൈഡ് ബൈ EBT മൈനസ് ഇൻട്രസ്റ്റ് ഓർ എബിറ്റ് ഡിവൈഡ് ബൈ EBT അല്ലേ. നമുക്കിവിടെ എബിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3 lakhs തന്നിട്ടുണ്ട്. EBT നമ്മൾ എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കണം. നോക്കി, ഇവിടെ 3 lakhsൽ നിന്ന് നമ്മൾ 45,000 കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. 5,000 ഡിബഞ്ചേഴ്സ് ആണ്, ഒരു ഡിബഞ്ചറിന് വില 100 രൂപയാണ് അല്ലേ. അപ്പോൾ 5,000 × 100 5 ലക്ഷമാണ് ഡിബഞ്ചറിൻ്റെ എമൗണ്ട്. ആ 5 ലക്ഷത്തിന് മേലാണ് നമ്മൾ 9% കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 9% ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം × 9% അല്ലേ. 5 ലക്ഷം × 9/100 എന്ന് പറയുമ്പോൾ നമുക്ക് 9% കിട്ടും. അതാണ് 45,000. അപ്പോൾ എബിറ്റിൽ നിന്ന് ഈ 45,000 ഇൻട്രസ്റ്റ് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? EBT കിട്ടും അല്ലേ. അപ്പോൾ 2,50,000 രൂപ നമുക്ക് EBT ലഭിച്ചു. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാമല്ലോ. എബിറ്റ് ഡിവൈഡ് ബൈ EBT അല്ലേ. 3 ലക്ഷം ഡിവൈഡ് ബൈ 2,50,000. അപ്പോൾ നമുക്ക് 1.17 കിട്ടും. അപ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യൽ ലിവറേജ് അത് 1നേക്കാൾ കൂടുതലായതുകൊണ്ട് ഫിനാൻഷ്യൽ ലിവറേജ് വർക്കാവുന്നുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ദ റിസൾട്ട് 1.17 മീൻസ് ദാറ്റ് ദ കമ്പനി ഹാസ് ഫിനാൻഷ്യൽ ലിവറേജ്. കമ്പനിക്ക് ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം 1നേക്കാൾ കൂടുതലാണല്ലോ 1.17 അല്ലേ.
അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ കമൻറ്റ് ഇവിടെ നൽകണം. ഇനി നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം നോക്കാം. എ ലിമിറ്റഡ് പ്രപ്പോസസ് ടു സ്റ്റാർട്ട് ന്യൂ പ്രോജക്റ്റ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹10 lakhs. അപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ഒരു കമ്പനി ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 lakhs ആണ്, 10 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുക. ദ കമ്പനി ഹാസ് 2 ഫൈനാൻസിങ് സ്കീം അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ 2 ഫൈനാൻസിങ് സ്കീമുകളാണ് കമ്പനി പരിഗണിക്കുന്നത്, സ്കീം 1ഉം സ്കീം 2ഉം. ഒന്നാമത്തത് ഇഷ്യൂ ഓഫ് 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10. ഒന്നാമത്തേൽ 60,000 ഇക്വിറ്റി ഷെയറുകൾ 10 രൂപ വെച്ച് നമ്മൾ ഇഷ്യൂ ചെയ്യും. അതിൻ്റെ 12% ലോൺ ഓഫ് ₹4 lakhs അല്ലേ. മൊത്തം നമുക്ക് 10 ലക്ഷമാണ് വേണ്ടത്. 60,000 ഇക്വിറ്റി ഷെയർ 10 രൂപ വെച്ച് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ലക്ഷം കിട്ടും. ബാക്കിയുള്ള 4 ലക്ഷം രൂപ നമ്മൾ ലോണായിട്ട് കൊടുക്കും അല്ലേ, അതൊരു സ്കീം. മറ്റൊന്ന് 30,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപ വെച്ച് അല്ലേ. അപ്പോൾ 30,000 × 10 3 ലക്ഷം കിട്ടും. ബാക്കിയുള്ളത് 7 ലക്ഷം രൂപ അല്ലേ. മൊത്തം 10 ലക്ഷം അല്ലേ വേണ്ടത്, ബാക്കിയുള്ള 7 ലക്ഷം രൂപ 10% ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 2 സ്കീമുകളാണ് ഉള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കമ്പനി ഹാസ് ഓൾറെഡി ഇഷ്യൂഡ് 1 lakh ഇക്വിറ്റി ഷെയർ. നമ്മൾ നേരത്തെ തന്നെ 1 lakh ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ അതുകൂടാതെ നമുക്ക് അഡീഷണൽ രൂപയാണ് നമുക്ക് 10 ലക്ഷം രൂപ, പുതിയ പ്രോജക്റ്റ് ആണല്ലേ, 10 ലക്ഷം രൂപയുടെ ഇനി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഉള്ള ഷെയറിൻ്റെ എണ്ണം പറഞ്ഞിരിക്കുന്നത് EPS കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ EAT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ളതാണ് EPS കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. അത് ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പഴയ ഇക്വിറ്റി ഷെയറുകളുടെ എണ്ണവും നമ്മൾ എടുക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഓൾറെഡി അങ്ങനെ നമുക്ക് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണവും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ആ സമയത്ത് പരിഗണിച്ചാൽ മതി. കമ്പയർ ദ സ്കീംസ് ആൻഡ് സജസ്റ്റ് വിച്ച് വൺ ഈസ് ബെറ്റർ ടു മാഗ്നിഫൈ ദ EPS. അപ്പോൾ ഈ 2 സ്കീമുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏത് സ്കീമാണ് EPS കൂട്ടുന്നതെന്നുള്ളത്. അപ്പോൾ EPS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ EPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞ പോലെ EAT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണല്ലേ. EAT കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതായത് എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് EBT കിട്ടും, EBTയിൽ നിന്ന് ടാക്സ് കുറച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് EAT അല്ലേ. അപ്പോൾ EAT കണ്ടുപിടിക്കണം നമുക്ക്. EAT കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയറുകളുടെ ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, EPS കിട്ടും. അപ്പോൾ ഏത് കമ്പനിക്കാണോ EPS കൂടുതലുള്ളത് ആ കമ്പനിയാണ് അല്ലെങ്കിൽ ആ സ്കീമാണ് അല്ലേ. ഏത് സ്കീം അനുസരിച്ചാണോ EPS കൂടുന്നത് ആ സ്കീമാണ് നല്ലതെന്നുള്ളതൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനും പറ്റും. ഇനി നമുക്ക് പറഞ്ഞിരിക്കുകയാണ് ഇഫ് ദി എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ വുഡ് ബി. കണ്ട പ്രോഫിറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനാണ് എബിറ്റ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എബിറ്റ് തന്നിട്ടുണ്ട്, 5 lakhs തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് ദ കമ്പനി മേക്സ് എ ലോസ് ഓഫ് ₹2 lakhs. കമ്പനി ലോസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അതായത് 5 lakhs പ്രോഫിറ്റിന് പകരം ലോസ് ആണ്, 2 lakhs ലോസ് ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം 5 lakhs പ്രോഫിറ്റ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും, നമ്മൾ ഇതിലേത് സ്കീമാണ് ബെറ്റർ എന്ന് പറയും. അതിനുശേഷം നമുക്ക് 2 lakhs ലോസ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അത് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. അതിനുശേഷം നമുക്ക് ഏത് സ്കീമാണ് ബെറ്റർ എന്നുള്ളത് പറയും. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്, 35% ആണ്. അത് ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് EAT കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, ടാക്സ് വേണം കുറയ്ക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ടാക്സ് റേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഫൈനാൻഷ്യൽ ലിവറേജ് നമുക്ക് ഇതിൽ നിന്ന് സുഖമായിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം EBITDA മൈനസ് EBT ആണ് ഫൈനാൻഷ്യൽ ലിവറേജ് അല്ലേ. അത് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്, വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നുള്ളൂ. പക്ഷേ നമുക്ക് ക്വസ്റ്റിനിൽ ചോദിക്കാത്തതുകൊണ്ട് നമ്മളത് കണ്ടുപിടിക്കുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരാം. നോക്കുക, ആദ്യത്തെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വെൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് 5 lakhs അല്ലേ. 5 ലക്ഷം രൂപയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് ലോസ് ആണ് നമുക്ക് 2 lakhs എങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ അതിനുവേണ്ടി 2 സ്കീമുകൾ 2 കോളങ്ങളായിട്ട് എഴുതുക, സ്കീം 1ഉം സ്കീം 2ഉം. ആദ്യം നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്, എബിറ്റിലാണ് തുടങ്ങേണ്ടത് അല്ലേ. ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എബിറ്റ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 5 lakhs എബിറ്റ് ആണെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്കിവിടെ 5 lakhs സ്കീം 1 അനുസരിച്ചും സ്കീം 2 അനുസരിച്ചും 5 lakhs തന്നെയാണ്. 5 lakhsന് വ്യത്യാസമൊന്നുമില്ല, പ്രോഫിറ്റ് തന്നിരിക്കുന്ന പ്രോഫിറ്റ് തന്നെ എടുക്കുക. ഇനി നമ്മൾ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഡിബഞ്ചർ. നമുക്ക് ആദ്യത്തെ സ്കീം 1 പ്രകാരം എന്താണ്, നമുക്കിവിടെ ലോണാണ് അല്ലേ. അപ്പോൾ ലോൺ അല്ലെങ്കിൽ ഡിബഞ്ചർ, അതുമേൽ ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കണം. എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാണ് നമ്മൾ EBT കണ്ടുപിടിക്കുക അല്ലേ, ഏണിങ്സ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ആദ്യം 48,000 രൂപ കുറയ്ക്കുന്നു. അപ്പോൾ 48,000 രൂപ എങ്ങനെയാണ് കുറയ്ക്കുന്നത്, സ്കീം 1 പ്രകാരം നമുക്ക് 4 lakhs ലോണാണ് അല്ലേ. 4 lakhsൻ്റെ 12% ആണ് 48,000 എന്ന് പറയുന്നത് അല്ലേ. 4 lakhsൻ്റെ 12%, 4 lakh × 12% 48,000 അതാണ് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ സ്കീമാണെങ്കിൽ 7 ലക്ഷം ഡിബഞ്ചറാണ് 10% ആണ് അല്ലേ. 7 ലക്ഷത്തിന് 10% ആണ് 70,000 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏണിങ്സ് ബിഫോർ ടാക്സ് അഥവാ EBT കിട്ടും അല്ലേ. EBT കിട്ടും. ഇനി നമുക്ക് അതിൽ നിന്ന് ഈ കിട്ടുന്ന EBTയുടെ നമുക്ക് ടാക്സ് ഉടൻ കുറയ്ക്കണം. അപ്പോൾ റേറ്റ് ഓഫ് ടാക്സ് പറഞ്ഞിട്ടുണ്ട് 35%. അപ്പോൾ നമ്മൾ ഏതിനാണ് ടാക്സ് കുറയ്ക്കേണ്ടത്, ആദ്യം ഇൻട്രസ്റ്റ് കുറച്ചിട്ട്
ബാക്കി കിട്ടുന്ന പ്രോഫിറ്റ് അല്ലേ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അതായത് ടാക്സ് കുറച്ച് ഇൻട്രസ്റ്റ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് മേൽ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EBTയിലായിരിക്കണം. അപ്പോൾ 4,52,000 അല്ലേ, അത് ഇൻറ്റു 35%. 4,52,000 35% ആണ് 1,52,200. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം 4,30,000 35% ആണ് 1,50,500. അപ്പോൾ നമ്മൾ ടാക്സ് കുറച്ചതിന് ശേഷം കിട്ടുന്ന എന്താണ് EAT ആണ് അല്ലേ, ഏണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതാണ് EAT എന്ന് പറയുന്നത്. അപ്പോൾ EAT 2,93,800 2,79,500 അല്ലേ. PAT കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് EPS കണ്ടുപിടിക്കണം അല്ലേ. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ സ്കീമിൽ ഏതാണ് EPS കൂട്ടുന്നതെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏതിനാണോ EPS കൂടുതലുള്ളത് ആ സ്കീമാണ് ബെറ്റർ എന്നുള്ള ഒരു കമൻറ്റ് നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ ഇക്വേഷനോട് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. EPS EAT ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. EAT നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ EPS കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ സ്കീം പ്രകാരം നമുക്ക് EPS 1.83 കിട്ടും. എങ്ങനെയാണ് 1.83 എന്ന് ഇവിടെ വന്നിരിക്കുന്നത്? നമുക്ക് EAT എന്ന് പറഞ്ഞാൽ ഇവിടെ 2,93,800 ആണല്ലേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 1,60,000 ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് 1,60,000 വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുകയും നമുക്ക് നേരത്തെ തന്നെ നമുക്ക് എത്രയുണ്ട്, 1,00,000 ഷെയറുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് കമ്പനി ഹാസ് ഓൾറെഡി ഇഷ്യൂഡ് 1 lakh ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്കീം 1 പ്രകാരം എത്ര ഷെയർ കൂടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? 60,000 ഇക്വിറ്റി ഷെയർ കൂടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ 1,60,000 1,60,000 കൂട്ടി അങ്ങനെയാണ് 1,60,000 രൂപ ഇവിടെ വന്നിരിക്കുന്നത്, 60,000 നമ്പർ ഇക്വിറ്റി ഷെയർ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 1.83 എന്ന് കിട്ടും. രണ്ടാമത്തെ സ്കീം പ്രകാരം 2,79,500 അല്ലേ, അതാണ് നമുക്ക് EAT കിട്ടുക. അത് ഡിവൈഡ് ബൈ 1,30,000 തന്നെ വരിക. 1,30,000 എങ്ങനെ വന്നിരിക്കുന്നത്? ഓൾറെഡി ഉള്ള 1,00,000 ഷെയറും രണ്ടാമത്തെ സ്കീം പ്രകാരം 30,000 ഇക്വിറ്റി ഷെയറുള്ളൂ അല്ലേ. അപ്പോൾ 1,00,000 പ്ലസ് 30,000 1,30,000 ഇക്വിറ്റി ഷെയറിൻ്റെ എണ്ണം. അപ്പോൾ അത് നമുക്ക് 2.15 എന്നും കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ സ്കീം 1 പ്രകാരം 1.83യും സ്കീം 2 പ്രകാരം 2.15 ആണ്. അപ്പോൾ അതിൽ ഏതാണ് കൂടുതലുള്ള EPS എന്ന് പറയുന്നത്? സ്കീം 2 ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമൻറ്റ് ചെയ്യാം സ്കീം 2 ഈസ് ബെറ്റർ സിൻസ് ഇറ്റ് ഗീവ്സ് മോർ EPS അല്ലേ. സ്കീം 2 പ്രകാരമാണ് കൂടുതൽ EPS കിട്ടുന്നത്, അതുകൊണ്ട് സ്കീം 2 ആണ് ബെറ്റർ. ഈ ഒരു ഫൈനാൻസ് സ്കീമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് കമൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ലിവറേജ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കതും കണ്ടുപിടിക്കാം. EBIT ഡിവൈഡ് ബൈ EBT എന്ന് വെച്ചുകൊണ്ടല്ലേ. അപ്പോൾ EBIT നമുക്കറിയാം, ഇതാണ് EBIT എന്ന് പറയുന്നത് അല്ലേ, 5 ലക്ഷമാണ് EBIT. EBT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ഈ കണ്ടുപിടിക്കുന്നതാണ് EBT അല്ലേ. അപ്പോൾ 5 ലക്ഷം ഡിവൈഡ് ബൈ 4,52,000, അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടും. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്. ക്വസ്റ്റ്യൻ അത് പറയാത്തതുകൊണ്ട് ഇവിടെ കാൽക്കുലേഷൻ നടത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് 5 ലക്ഷം പ്രോഫിറ്റിന് പകരം നമുക്ക് 2 ലക്ഷം രൂപ ലോസ് ആണെങ്കിൽ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ലോസ് ആണ് 2 ലക്ഷം എങ്കിൽ എന്തായിരിക്കും ഉത്തരം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റിന് പകരം ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ലോസ് എടുത്ത് എഴുതും അല്ലേ. അപ്പോൾ EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ലോസ് ആയതുകൊണ്ട് നമ്മൾ -2 lakhs എന്ന് എഴുതും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ -2 lakhs എന്നാണ് എഴുതേണ്ടത് ലോസ് ആയതുകൊണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ 2 lakhs എന്ന് എഴുതും. ഇവിടെ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ -2 lakhs എന്ന് പറഞ്ഞ് അങ്ങനെ വേണം തുടങ്ങാൻ വേണ്ടി. അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നമുക്ക് ലോസ് ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഒബ്ലിഗേറ്ററി ആണ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും കൊടുക്കണം. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കണം അല്ലേ. കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, മൈനസ് സംഖ്യയിൽ നിന്ന് വീണ്ടും ഒരു സംഖ്യ കുറയ്ക്കുമ്പോൾ ആ സംഖ്യ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം 48,000. ഇൻട്രസ്റ്റിലൊന്നും മാറ്റമില്ല, ഈ 48,000 എങ്ങനെ കണ്ടുപിടിച്ചു അതുപോലെ തന്നെയാണ് അല്ലേ. നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു, 48,000 കുറയ്ക്കുന്നു, -2 lakhs നിന്ന് -48,000 എന്ന് പറയുമ്പോൾ നമുക്ക് -2,48,000 വരും അല്ലേ. അപ്പോൾ ഇത് 2 lakhs മൈനസ് ആയതുകൊണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ അതിൽ നിന്ന് -48,000 കുറയ്ക്കുമ്പോൾ അത് -2,48,000 ആവുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, -2 lakhs -48,000 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് -2,48,000 കിട്ടും. ഇവിടെ അതുപോലെ തന്നെ -2 lakhs നിന്ന് -70,000 അല്ലേ, 70,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 2,70,000 കിട്ടും. ടാക്സ് നമുക്കിവിടെ നില്ലായിരിക്കും. ഓക്കെ, ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ എന്താണ്, ലോസ് ആണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രോഫിറ്റ് മേലാണ് ടാക്സ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ടാക്സിൻ്റെ സ്ഥാനത്ത് നില്ലെന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാം. അപ്പോൾ EAT തന്നെ എന്ന് പറഞ്ഞാൽ EAT ഈ ഏണിങ്സ് ബിഫോർ ഇത് തന്നെയാണ്. EBITൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് EAT അല്ലേ, കാരണം വേറെ നമ്മൾ ടാക്സ് ഒന്നും കുറയ്ക്കാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് 2,48,000 ഡിവൈഡ് ബൈ 1,60,000 അല്ലേ, -2,48,000 എന്ന് തന്നെ പറഞ്ഞണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, EPS -1.55 എന്ന് കിട്ടും അല്ലേ. അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും -1.55 എന്ന് പറഞ്ഞാൽ ഒരു 55 പൈസ നഷ്ടമാണെന്ന് അർത്ഥം അല്ലേ. ഇനി സ്കീം 2 പ്രകാരമാണെങ്കിലോ -2.07 എന്ന് കിട്ടും അല്ലേ, -2,70,000 ഡിവൈഡ് ബൈ
1,30,000 അപ്പോൾ -2.07 കിട്ടും അല്ലേ. അപ്പോൾ ഇത് ലോസാണ്, മൈനസ് എന്ന് പറഞ്ഞുകൊണ്ട് ലോസ് ആണല്ലേ. അപ്പോൾ ലോസ് കുറവുള്ള ഏതാണോ ആ സ്കീമാണ് ബെറ്റർ എന്ന് എടുക്കണം അല്ലേ. ലോസ് ആകുമ്പോൾ ഏതാണോ കുറവ് അതാണ് സ്കീം ബെറ്റർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സ്കീം 1 ഈസ് ബെറ്റർ സിൻസ് ഇറ്റ് റെഡ്യൂസസ് ദ ലോസ് പെർ ഷെയർ അല്ലേ. ഒരു ഷെയറിന്മേലുള്ള ലോസ് ഈ ഒരു സ്കീം 1 പ്രകാരമാണ് കുറവ്. സ്കീം 2 ആണെങ്കിൽ -2.01 ലോസ് ആണല്ലേ. അപ്പോൾ ഇവിടെയാണ് ലോസ് കുറവുള്ളത്. അതുകൊണ്ട് ഈ സ്കീമാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് ലോസ് 2 lakhs ആണെങ്കിൽ നമുക്ക് ഏത് സ്കീമാണ് ബെറ്റർ എന്ന് പറയുന്നത് സ്കീം 1 ആണ് ബെറ്റർ. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അത് നമ്മൾ റെക്കമെൻഡേഷനായിട്ട് എഴുതി വയ്ക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. DC Limited ഹാസ് 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 each. The company is planning an expansion for which it requires additional capital of 50 lakhs and it has the following options. അപ്പോൾ നിലവിൽ കമ്പനിക്ക് എത്ര ഷെയർ ഉണ്ട്? ഇക്വിറ്റി ഷെയറുകൾ 50,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ്. കമ്പനി ഒരു 50 ലക്ഷം രൂപയുടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണം. 50 ലക്ഷം രൂപ എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടി, കമ്പനിയുടെ ഒരു വികസന പർപ്പസിന് വേണ്ടി 50 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ട്. താഴെ പറയുന്ന സ്കീമുകളാണ് പരിഗണിക്കുന്ന ഫൈനാൻഷ്യൽ സ്കീമുകൾ. ഒന്നാമത് പറയുന്നത് 50,000 പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 50,000 പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 50 ലക്ഷം നമുക്ക് ലഭിക്കാൻ പറ്റും. കാരണം 100 രൂപയാണ് ഇക്വിറ്റി ഷെയറിൻ്റെ വില കൊടുത്തിരിക്കുന്നത് അല്ലേ. അതേ വിലയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 ലക്ഷം കിട്ടും അല്ലേ. 50,000 × 100 ഒന്നുകിൽ അങ്ങനെ. രണ്ടാമത് ഇഷ്യൂ ഓഫ് 25,000 ഇക്വിറ്റി ഷെയർസ് ആൻഡ് 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹25 lakhs. നമ്മൾ 25,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 25,000 × 100 എത്രയാണ്? 25 ലക്ഷം. അതിനുകൂടാതെ ബാക്കിയുള്ള 25 ലക്ഷത്തിന് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും അല്ലേ. 12% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് 50 ലക്ഷം കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം 20,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ബാക്കിയുള്ളതിന് ബാലൻസിന് 20,000 ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ നമുക്ക് 20 lakhs കിട്ടും അല്ലേ. ബാലൻസ് എന്ന് പറഞ്ഞാൽ 30 lakhs ആണ് അല്ലേ. അപ്പോൾ 30 lakhs ലോൺ എടുക്കും. അതിന് 9% ഇൻട്രസ്റ്റ്. അപ്പോൾ ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഫോർ ദി ബാലൻസിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 50 ലക്ഷമാണ് മൊത്തം വേണ്ടത്. നമുക്ക് 20 ലക്ഷം ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടും. ബാക്കിയുള്ള ബാലൻസിന് ലോൺ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് 30 ലക്ഷമാണെന്ന് മനസ്സിലാക്കണം. ദെൻ നാലാമത് 20,000 ഇക്വിറ്റി ഷെയർസ് ആൻഡ് 11% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 each ഫോർ ദി ബാലൻസ്. 20,000 ഇക്വിറ്റി ഷെയറുകൾ, 20,000 ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ 20 lakhs ആൻഡ് 11% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 each ഫോർ ദി ബാലൻസ്. അപ്പോൾ ബാക്കിയുള്ളതിന് എത്രയാണ്? ബാക്കിയുള്ള 30 ലക്ഷത്തിന് നമ്മൾ പ്രിഫറൻസ് ഷെയർ അല്ലേ. 30,000 പ്രിഫറൻസ് ഷെയർ, കാരണം 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. അപ്പോൾ 30,000 പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 11% ആണ് ഡിവിഡൻഡ് റേറ്റും പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന നോക്കുക. ഇത് എക്സ്പെക്റ്റഡ് ആനുവൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പോൾ എബിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 25 lakhs ആണ് എബിറ്റ് പ്രതീക്ഷിക്കുന്നത്. 25 lakhs ലാഭം പ്രതീക്ഷിക്കുന്നു. അസ്യൂമിങ് കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ്? 30% ആണ്. കമ്പ്യൂട്ട് EPS അറ്റ് ഡിഫറൻറ്റ് ഓപ്ഷൻസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന EPS കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ നോക്കുക ഓൾസോ കമ്പ്യൂട്ട് ദ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലേ. ഫിനാൻഷ്യൽ ലിവറേജും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ആ പ്രോബ്ലത്തിൽ EPS മാത്രമേ കണ്ടുപിടിക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അല്ലേ. അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് വേണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3, പ്ലാൻ 4 അല്ലേ. നമുക്ക് എബിറ്റ് എല്ലാത്തിനും സെയിം തന്നെയാണ്. 25 lakhs ആണ്. 25 lakhs. അതിൽ നമുക്ക് പ്ലാൻ 1 നമുക്ക് ഇൻട്രസ്റ്റ് കുറയ്ക്കണം. പ്ലാൻ 1 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല അല്ലേ. 0 ആണ്. കാരണം എന്താണ്? മൊത്തം ഇക്വിറ്റി ഷെയറുകൾ മാത്രമുള്ളായിരുന്നു അല്ലേ. ഇഷ്യൂ ഓഫ് 50,000 ഇക്വിറ്റി ഷെയർ ആണ് അല്ലേ, 50 ലക്ഷത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും കുറയ്ക്കാനില്ല. അടുത്തത് നമുക്ക് 25,000 ഇക്വിറ്റി ഷെയർ ആണ്. ബാക്കി 25 lakhs ഡിബഞ്ചറാണ് അല്ലേ. 25 lakhs 12% അത് നമുക്ക് ഇൻട്രസ്റ്റ് പ്ലാൻ 2 പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 3 lakhs വരും. അടുത്തത് നമുക്ക് ഇൻട്രസ്റ്റ് 2,70,000 വരും. 2,70,000 എങ്ങനെയാണ് വന്നിരിക്കുന്നത്? മൂന്നാമത്തെ പ്ലാൻ പ്രകാരം. അതായത് നമ്മൾ ബാലൻസ് 30 lakhs 9% പലിശയാണല്ലേ. അപ്പോൾ 30 ലക്ഷത്തിന് 9%, 30 ലക്ഷത്തിന് 9%, 2,70,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് വരും. പ്ലാൻ 4 നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല അല്ലേ. പ്ലാൻ 4 ഇൻട്രസ്റ്റ് ഇല്ല, കാരണം പ്രിഫറൻസ് ഡിവിഡൻ്റ് ആണുള്ളത് അല്ലേ. പ്രിഫറൻസ് ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് അത് പ്രിഫറൻസ് ഡിവിഡൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇൻട്രസ്റ്റ് അല്ലാത്തതുകൊണ്ട്, ഡിവിഡൻ്റ് ആയതുകൊണ്ട് നമ്മളത് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് EBT കിട്ടും അല്ലേ. EBT കിട്ടും. EBTയിൽ നിന്ന് നമ്മൾ ടാക്സ് 30% ടാക്സ് കുറച്ചിട്ട് EAT കണ്ടുപിടിക്കണം അല്ലേ. EPS കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ആവശ്യം? EAT ആണ് ആവശ്യം. അപ്പോൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ് ആവശ്യം. അപ്പോൾ ടാക്സ് കുറയ്ക്കുന്നു. 25 ലക്ഷത്തിൻ്റെ 30% നമ്മൾ കുറച്ചു. 22 ലക്ഷത്തിൻ്റെ 30% കുറച്ചു. ഇത് അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ടാക്സ് കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് EAT ഓരോന്നിൻ്റെയും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, പ്രിഫറൻസ് ഷെയറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കുറയ്ക്കണം അല്ലേ. അപ്പോൾ ലാസ്റ്റ് കേസിൽ മാത്രമാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉള്ളത്. അതുകൊണ്ട് കുറയ്ക്കുക. 15,50,000 മൈനസ് 3,30,000 അല്ലേ. അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ എത്രയായിരുന്നു? പ്രിഫറൻസ് ഷെയറുകൾ ഇവിടെ 20 ലക്ഷത്തിന് നമ്മൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു. ബാക്കിയുള്ള 30 ലക്ഷം അല്ലേ. അപ്പോൾ 30 ലക്ഷത്തിൻ്റെ 11% അല്ലേ. 30 ലക്ഷത്തിൻ്റെ 11% നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻറ്റും കുറയ്ക്കുന്നു. 3,30,000 കിട്ടും. അതും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 14,20,000 രൂപയാണ് ഇവിടെ
ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള EAT വരുന്നത് അല്ലേ. അപ്പോൾ ഏണിങ്സ് ഫോർ ഇക്വിറ്റി ഷെയർസിനുള്ള ഏണിങ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ EAT എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ടാക്സ് നമ്മൾ ടാക്സ് ഉണ്ട്, ടാക്സ് കുറയ്ക്കണം, ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡോടും കുറയ്ക്കണം കേട്ടോ. അതിനുശേഷം കിട്ടുന്നതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതേ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ. ആദ്യത്തെ കേസിൽ അത് 1 lakh ഷെയർസ് ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ അത് 75,000 ഷെയർസ് ആണ്. അപ്പോൾ നിലവിൽ ഓൾറെഡി ഉള്ള ഷെയറിൻ്റെ എണ്ണോടും കൂട്ടാൻ മറക്കരുത്. 50,000 ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു, 50,000 പുതിയ 50,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ മൊത്തം 1 ലക്ഷം അല്ലേ. ഇവിടെ 50,000 ഉണ്ടായിരുന്നു, പിന്നെ 20,000, ബാക്കിയുള്ള കേസിൽ 75,000 വരുന്നത് അല്ലേ. ബാക്കി എല്ലാ കേസിലും നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 75,000 ആണ്. അടുത്തതിൽ വരുന്നത് 70,000 ആണ് അല്ലേ. 70,000 അല്ലേ. നമുക്ക് ഇവിടെ നമുക്ക് 20,000 ഉള്ളൂ അല്ലേ, അതുകൊണ്ടാണ് 20,000 20,000 ഉള്ളൂ. അപ്പോൾ 50,000 20,000 70,000 അല്ലേ. അപ്പോൾ 70,000 നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വരും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രോഫിറ്റിനെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ EPF കിട്ടും. 17.50, 20.53, 22.3, 20.28 അല്ലേ. ഇനി നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജോട് കണ്ടുപിടിക്കാമല്ലോ. ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം EBITDA ഡിവൈഡ് ബൈ EBT ആണല്ലേ. EBT നമുക്ക് കിട്ടി, ഈ കിടത്തിരിക്കുന്ന EBT നമുക്ക് ലഭിച്ചു. EBT എന്ന് പറയുന്നത് ഇതാണല്ലേ. EBT എന്ന് പറയുന്നത് ഈ ഒരു ഇൻകമാണ്. അത് ഡിവൈഡ് ബൈ EBITDA ഡിവൈഡ് ബൈ EBT എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടും, 1.14 കിട്ടും, 1.12 കിട്ടും, 1 കിട്ടും അല്ലേ. അപ്പോൾ ഇതെല്ലാമാണ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ സിൻസ് EPS ഈസ് മോർ അണ്ടർ പ്ലാൻ 3, നമുക്ക് പ്ലാൻ 3ലാണ് EPS ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ. EPS ഏറ്റവും കൂടുതൽ വരുന്നത് 22.3, ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ. അതുകൊണ്ട് ഈ ഒരു പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഷുഡ് ഇഷ്യൂ 20,000 ഇക്വിറ്റി ഷെയർസ് ആൻഡ് ടേക്ക് ലോൺ അറ്റ് 9% പെർ ഫോർ ദി ബാലൻസ് എമൗണ്ട് അല്ലേ. അതായത് പ്ലാൻ 1 എന്ന് പറയുന്നത് ഇതാണ്, 20,000 ഇക്വിറ്റി ഷെയറുകളും ലോൺ നമ്മൾ 9% ലോൺ എടുക്കുക എന്നുള്ളതാണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ EPFും കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചേക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റേ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്